ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു എസ് ചോയ്സ്. ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇന്ന് മുരിങ്ങക്കോല് തീയിൽ വെക്കുന്നതിൻ്റെ റെസിപ്പിയും കൊണ്ടാണ് വന്നിരിക്കുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഇതൊക്കെയാണ് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ. പുളി കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുക. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുക. നമുക്ക് എന്നിട്ട് തേങ്ങ വറുത്തെടുക്കണം. തേങ്ങ വറുത്തെടുത്തു. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാം. 1/4 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1 സ്പൂൺ മല്ലിപ്പൊടി, 2 സ്പൂൺ പിരിയൻ മുളക് പൊടി. അതെല്ലാം കൂടി തേങ്ങയിലേക്ക് ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ ഇളക്കിയെടുക്കുക. പൊടികളെല്ലാം നല്ലപോലെ മൂപ്പിച്ചെടുക്കണം. പൊടികളൊക്കെ മൂത്ത് വന്നിട്ടുണ്ട്. ചൂടാറിയിട്ട് നമുക്ക് നല്ലപോലെ അരച്ചെടുക്കാം. നമ്മൾ 2 സബോളയും 4 മുരിങ്ങക്കോലുമാണ് എടുത്തത്. സബോള വഴറ്റിയെടുക്കാം. ചീനച്ചട്ടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നല്ലപോലെ സബോള വഴറ്റിയെടുക്കാം. കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. അത് നല്ലപോലെ വഴന്നു വരും. സബോള വഴന്നു വന്നിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുരിങ്ങക്കോലും കൂടി ചേർത്ത് കൊടുക്കാം. മുരിങ്ങക്കോല് വേകാനായിട്ട് നമുക്ക് കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചു കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് അടച്ചു വെച്ച് വേവിക്കാം. മുരിങ്ങക്കോല് വെന്ത് വന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് പുളി പിഴിഞ്ഞൊഴിക്കാം. തേങ്ങ അരച്ചതും കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് തിളപ്പിച്ചെടുക്കാം. കറി നല്ലപോലെ തിളയ്ക്കാൻ തുടങ്ങി. നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. നമുക്ക് അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാം. ഇതിലേക്ക് കടുകും കൂടി വറുത്ത് ചേർക്കാം. ഈ റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ന്യൂ അപ്ഡേറ്റ്സിനായി ബെല്ലൈക്കൺ പ്രസ് ചെയ്യുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റുകളായി രേഖപ്പെടുത്തുക. താങ്ക്